നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടോ. ഇന്നൊരു പോസ്റ്റ് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആണ്. നമ്മൾ ലച്ചു എന്ന് പറഞ്ഞ ഉപ്പുമുളകിലെ പെണ്ണിൻ്റെ ഒരു ഗ്ലാമർ വീഡിയോ അവൾ തന്നെ നാണിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ആ നാണൊക്കെ മാറിക്കോളും. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തത്, അത് കണ്ടപ്പോൾ ഇങ്ങനെ ഓർത്തേ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളൊക്കെ ബനിയിടാൻ നടക്കും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് കുട്ടികൾക്ക് വലുതാകാൻ തോന്നിക്കഴിഞ്ഞാൽ വേഗം ഡ്രസ്സൊക്കെ മൂടിപ്പോച്ച് കൊടുക്കും. ഇത് കുട്ടികൾക്ക് ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഒരു ഉടുപ്പും പുളിയും പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അതൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത്. കഷ്ടം. സ്വാതന്ത്ര്യം, പണ്ടൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വേറെയായിരുന്നു. ഇപ്പം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ പോയിന്റിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ താഴെ കണ്ടു ഷെഫീന ബീവിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ കണ്ടു കഴിഞ്ഞാൽ നീയും ഏറിപ്പോവും അവരേറിപ്പോവും എന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പം ഞാനിങ്ങനെ ഓർത്തി, ഒരു 2-3 ദിവസം മുന്നേ വിസ്മയ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി, മോഹൻലാലിൻ്റെ മകളാണെന്ന് ഓർക്കണ്ട, ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ, ആ CJP എന്ന സംഘടനയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അവരുടെ കമൻസിൻ്റെയും ആ പോസ്റ്റിൻ്റെയും പേജിൻ്റെയും താഴെ പോയി സംഘികളും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നവരെ കയറി ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊങ്കാലയായിരുന്നു പല കോലത്തിൽ. അപ്പോഴൊന്നും ഈ പെണ്ണിനെ, ഇതൊരു പെണ്ണായിരുന്നു, ആരും സപ്പോർട്ട് ചെയ്യണ്ടായില്ല. ആ പെണ്ണിന് വേണ്ടി മഞ്ജു പിള്ളയുടെ മോൾക്ക് വേണ്ടി സംസാരിച്ച ഒരാണിനും ഒരു പെണ്ണിനെയും ഈ കുട്ടിക്ക് വേണ്ടി കണ്ടില്ല. ഷെഫീന ബീവിയുടെ ലാംഗ്വേജ് പഴിച്ചാലും സംസാരിച്ചത് ആ പെണ്ണിൻ അതുപോലെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്കും അത് തെറ്റാണ് എന്നുള്ള സന്ദേശം കൊടുക്കുമായിരുന്നു. സംസാരത്തിൻ്റെ ലാംഗ്വേജ് എന്തോ ആയിക്കോട്ടെ, അതായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടായി. നമ്മുടെ നാടിന് വേണ്ടി സമരം ചെയ്യുന്ന ആ ആളുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഈ വിസ്മയ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും വന്നില്ല. എത്ര പേര് വന്നു എന്ന് ഞാൻ 4-5 തീരും. ആരാ വന്നത്? ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ട്. ഒരു 4 ആൾക്കാരുണ്ടെങ്കിൽ 3 ന്യൂസ് ചാനലിലേക്കാരാണ് വന്നില്ല. നിങ്ങൾ മഞ്ജു പിള്ള ഒരു കാര്യം ഓർക്കണം. മഞ്ജു പിള്ള കാണോ കേൾക്കോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഓർക്കണം. ഇത് കാണുന്നവരും ഒരു കാര്യം ഓർക്കണം. ഇത് സപ്പോർട്ട് ചെയ്യുമ്പം ശരിയാണല്ലോ എന്ന് ഓർക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ഓർക്കണം. ആ സപ്പോർട്ട് ചെയ്തത് മഞ്ജു പിള്ള എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകളുടെ നഗ്നതയാണ്, ആ പെണ്ണിനെയല്ല. ആ പെണ്ണിനെ ആയിരുന്നെങ്കിൽ അവർ ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തേനെ. അവരവരുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്, മിനിമം മിണ്ടാതെങ്കിലും നിന്നേനെ. പക്ഷെ അത് ചെയ്തിട്ടില്ല. ആ പെണ്ണിന് നഗ്നതയാണ് അവരൊക്കെ സപ്പോർട്ട് ചെയ്തത്. കാരണം നാളെ ഇനിയും അതുപോലെ പെണ്ണുങ്ങൾ അവിടെയും ഇവിടെയും കാണിച്ചും പൂർണ്ണമായ ഡ്രസ്സ് ധരിക്കാതെയും അവരുടെ ഇടയിലേക്ക് വരണം. എന്നിട്ട് ബെസ്റ്റി, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന ആ സിസ്റ്റം വളർന്ന് അങ്ങോട്ട് പന്തലിച്ച് നാട് റോട്ടിൽ അതും ഇതും കാണിക്കുന്ന കോലത്തിലേക്ക്, ഉസുറുമില്ലാത്ത രീതിയിലേക്ക് പുതിയൊരു സമൂഹം ഉണ്ടായി വരണം. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് ലാസ്റ്റ് അവസാനം എന്താവുമെന്ന് എനിക്കറിയില്ല. ഇത് 3-4 വീഡിയോ എടുത്തിട്ട് ഞാനിത് കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എടുക്കണേ മടുത്ത്. എന്തായാലും ഇത് ഇങ്ങനെയാണ് പോസ്റ്റ് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, അവരെ സപ്പോർട്ട് ചെയ്തവരും ഇവരെ എതിർത്തവരൊക്കെ ഒരു കാര്യം ഓർക്കുക, ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തവർക്ക് ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, അവളെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇവരുടെ താഴെ പോയി കണ്ട് തെറി പറഞ്ഞു തന്നില്ലാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. അപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരായിട്ടുള്ള ഇപ്പോഴത്തെ ഇവർ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ, ആണായാലും പെണ്ണായാലും, അവർക്ക് ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ്? ആ പെണ്ണ് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഡ്രസ്സ് ഇട്ട് അവളെ എതിർത്താൽ മാത്രമേ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാതെ സാധാരണ ഡ്രസ്സ് ഇട്ട് നടക്കുന്നൊരു പെണ്ണിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യൂലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാകുന്നതെന്ന് എനിക്കറിയില്ല, അത് അങ്ങോട്ട് എത്തുന്നതെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പറയണം കേട്ടോ. അത് സിമ്പിളായിട്ടൊരു റീലിട്ട് കണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് കണ്ടപ്പോൾ പറയണം തോന്നി പറഞ്ഞു കേട്ടോ. ഓക്കെ, ശരി എന്നാൽ.